ഹബീബായ പ്രവാചകൻ ഇത്രത്തോളം വിശേഷണം പറഞ്ഞ അലി റളിയല്ലാഹു അൻഹു അവിടുന്ന് പഠിപ്പിക്കുകയാണ്, മൻ കസറ കലാമുഹു, ആരെങ്കിലും സംസാരങ്ങൾ അധികരിച്ചാൽ, ആവശ്യമില്ലാത്ത കാര്യങ്ങളുമായി ആരെങ്കിലും സംസാരത്തിൽ ഏർപ്പെട്ടാൽ, ആവശ്യമില്ലാത്ത സംസാരങ്ങൾ, ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിൽ പോലുള്ള സംസാരങ്ങൾ, ഒരു പ്രയോജനവുമില്ലാത്ത സംസാരങ്ങൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അധികരിച്ചാൽ, കസുറ ഖതീഅതുഹു, അവന്റെ പാപങ്ങൾ, അവന്റെ പിഴവുകൾ അധികരിക്കുന്നതാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മൾ നല്ല സംസാരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ സ്വാഭാവികമായും നമ്മുടെ സംസാരത്തിൽ അല്ലറ ചില്ലറ പിഴവുകളൊക്കെ വന്നു പോകും. അവിടെ നടന്നൊരു കാര്യം ഇവിടെ വന്ന് നമ്മൾ അവതരിപ്പിക്കും. സ്വാഭാവികമായിട്ടും നമ്മുടെ വകയായിട്ട് ഒന്ന് രണ്ട് വാക്കുകൾ, ഒന്ന് രണ്ട് ആശയങ്ങൾ, ഒന്ന് രണ്ട് കാര്യങ്ങൾ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മളിവിടെ അവതരിപ്പിക്കുന്നത്. അപ്പം ഒരുപാട് സംസാരിക്കുന്ന, ആവശ്യമില്ലാത്ത ഒരുപാട് സംസാരിക്കുന്ന ആളുകൾക്ക് ഖതീഅത്ത്, പിഴവുകൾ, പാപങ്ങൾ അധികരിക്കാൻ കാരണമാകുമെന്ന് അലി റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പഠിപ്പിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അതിനുശേഷം അദ്ദേഹം പറയുകയാണ്, മൻ കസുറ ഖതീഅതുഹു, ആരെങ്കിലും പാപങ്ങൾ, പിഴവുകൾ ഇങ്ങനെ അധികരിക്കുകയാണ് എങ്കിൽ ഖല്ല ഹയാഉഹു, അവന്റെ നാണം ചുരുങ്ങിപ്പോകും. നാണമില്ലാത്ത അവസ്ഥയിലേക്ക് അവൻ കൂപ്പുകുത്തി വീണു പോകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞുവല്ലോ, ഈമാനിന്റെ പകുതിയാണ് ഹയാ എന്നുള്ളത്. ഒരു മുഅ്മിനിന്റെ മുഖചിത്രമാണ്, ഒരു മുഅ്മിന്റെ ലേബലാണ് നാണം എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് സംസാരിച്ചാൽ പാപങ്ങൾ അധികരിക്കും. ഒരുപാട് പാപം അധികരിച്ചാൽ ഹയാ, നാണമില്ലാത്ത അവസ്ഥ അവന്റെ ജീവിതത്തിൽ കടന്നു വരും. അപ്പോൾ എവിടെ, എന്ത്, എങ്ങനെ, എപ്പോൾ സംസാരിക്കണം എന്നുള്ള ഒരു സാഹചര്യം അല്ലെങ്കിൽ ഒരു പക്വത അവനിൽ നിന്ന് നഷ്ടമാകുമെന്ന് അലി റളിയല്ലാഹു തആല അൻഹു പഠിപ്പിക്കുകയാണ്. ഒരുപാട് സംസാരിച്ചാൽ പിഴവുകൾ വരും. ഒരുപാട് പിഴവുകൾ വന്നാൽ നാണമില്ലാത്ത അവസ്ഥയിലേക്ക് പ്രിയമുള്ളവരെ നമ്മൾ കൂപ്പുകുത്തും. അങ്ങനെ മൻ ഖല്ല ഹയാഉഹു, ആരെങ്കിലും നാണമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തുകയാണ് എങ്കിൽ ഖല്ല വറഉഹു, അവന്റെ സൂക്ഷ്മത നഷ്ടപ്പെട്ടു പോകും. നാണമില്ലാത്ത അവസ്ഥയിലേക്ക് നമ്മൾ പോയാൽ സൂക്ഷ്മത നഷ്ടപ്പെട്ടു പോകും. സൂക്ഷ്മതയില്ലാത്ത ജീവിതം നരകതുല്യമാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹുവിനെ സൂക്ഷിക്കാത്ത അവസ്ഥ വരും. സാമ്പത്തികമാകുന്ന ക്രയവിക്രയങ്ങളിൽ പലിശയുണ്ടോ ഇല്ലയോ എന്നുള്ള ചിന്ത, അത് സൂക്ഷ്മതയുടെ ഏറ്റവും വലിയ പാഠമാണ്. അങ്ങനെ ഒരു ചിന്തയില്ലാതെ വരും. നമ്മുടെ സംസാരത്തിൽ തെറ്റോ ശരിയോ, അങ്ങനെ ഒരു ചിന്തയില്ലാതെ വരും. നമ്മുടെ പ്രവർത്തനങ്ങൾ തെറ്റോ ശരിയോ, അങ്ങനെ ഒരു ചിന്തയില്ലാതെ വരും. അപ്പോൾ സൂക്ഷ്മതയില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറിപ്പോകുമെന്ന് ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു തആല അവിടുന്ന് പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അവസാനം അവിടുന്ന് പഠിപ്പിക്കുകയാണ്, ആർക്കെങ്കിലും സൂക്ഷ്മതയില്ലാത്ത ഒരു അവസ്ഥ കടന്നു വന്നാൽ, അല്ലാഹുവിനെ സൂക്ഷിക്കാത്ത, അല്ലാഹുവിന്റെ പരിശുദ്ധമാകുന്ന ദീൻ ഇസ്ലാമിന്റെ വിധി വിലക്കുകളെ സൂക്ഷിക്കാത്ത ഒരു അവസ്ഥാവിശേഷം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ കടന്നു വന്നാൽ മാത ഖൽബുഹു, അവന്റെ ഹൃദയം മരണപ്പെട്ടു പോയി. അവന്റെ ഹൃദയത്തിൽ ആത്മീയമാകുന്ന ചൈതന്യം പിന്നെ കടന്നു വരൂല. അവന്റെ ഹൃദയത്തിൽ അല്ലാഹു എന്ന് പറയുന്ന ആത്മീയമാകുന്ന ചൈതന്യം പിന്നെ കടന്നു വരൂല. അങ്ങനെ ആത്മീയമാകുന്ന ചൈതന്യം നഷ്ടപ്പെട്ട ഖൽബ് എവിടേക്കാണ് കടന്നു പോകുന്നതെന്ന് പഠിപ്പിക്കുകയാണ്. അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്ത കേറാത്ത ഖൽബാണോ? നിസ്കാരിക്കാൻ പോകണം, നിസ്കാരത്തെ കുറിച്ചുള്ളതായ ചിന്ത കേറാത്തതായ ഖൽബാണോ? ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്നതായ മാർഗം അവന്റെ മനസ്സിൽ സ്വീകരിക്കാൻ പറ്റാത്തതായ ഖൽബാണോ? ആ ഖൽബ് കടന്നു ചെല്ലുന്നത് നരകത്തിന്റെ ആ ഒരു കുണ്ടിലേക്ക് ആ ഖൽബുള്ള ശരീരം അങ്ങ് അധപ്പതിക്കുകയാണ്. അപ്പോൾ നരകത്തിലേക്ക് ഒരു മനുഷ്യൻ വരുന്ന വഴിയാണ് അലി റളിയല്ലാഹു അൻഹു പറയുന്നത്. ഒരുപാട് സംസാരിച്ചാൽ പാപങ്ങൾ കൂടും. പാപങ്ങൾ കൂടിയാൽ അവന് നാണമില്ലാത്ത അവസ്ഥ വരും. നാണമില്ലാത്ത അവസ്ഥ വന്നാൽ സൂക്ഷ്മത കുറയും. സൂക്ഷ്മത കുറഞ്ഞാൽ പിന്നെ എന്തും എവിടെ വെച്ചും സംസാരിക്കണമെന്നുള്ള ചിന്ത വരും. അങ്ങനെ വന്നാൽ അവസാനം നരകത്തിലേക്കാണ് അവൻ അധംപതിക്കുന്നത് എന്ന് അലി റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പഠിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാൻ നാം ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.